റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൽ റോബർട്ട് കിയോസാക്കി പറയുന്ന 6ാമത്തെ ലെസൺ ഉണ്ട്. യുവർ ഹൗസ് ഈസ് നോട്ട് ഓൾവേസ് എൻ അസെറ്റ്. കേൾക്കുമ്പോൾ പെട്ടെന്നൊരു അത്ഭുതമൊക്കെ തോന്നും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടെന്ന് വിചാരിച്ചോ. ആ പശു സ്ഥിരമായിട്ട് നമുക്ക് പാല് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓക്കെ. എന്നാൽ അതേപോലെ തന്നെ മനോഹരമായിട്ടൊരു കുതിര അവിടെയുണ്ട്. ആ കുതിരയ്ക്ക് വേറെ പണിയൊന്നുമില്ല. അതിന് സ്ഥിരമായിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, നമുക്ക് ചെലവ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒന്ന് അസറ്റും മറ്റൊന്ന് ലയബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് അസറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വീട് ഒരു ലയബിലിറ്റി അല്ലേ? കാരണം വീടിന്റെ വലിപ്പം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. എന്നാൽ ഒരാൾ വീട് പണിയുമ്പോൾ 2 നിലയ്ക്ക് പണിതു, എന്നിട്ട് മുകളിലത്തെ നെല്ല് വാടകയ്ക്ക് കൂടി കൊടുത്താൽ അതൊരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് അല്ലേ? അപ്പം അവിടെ അതൊരു അസറ്റായിട്ട് മാറിയില്ലേ? അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ചില ചെറിയ ചെറിയ വീടുകൾ പണിത് വെച്ചു, ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണ്, അതിനകത്ത് റിട്ടേൺസ് കിട്ടുകയാണെങ്കിൽ അതൊരു അസറ്റ് അല്ലേ? അതല്ല, നമ്മൾ ചെലവ് മാത്രമാണ് പോകുന്നതെങ്കിൽ അതൊരു ലയബിലിറ്റി അല്ലേ? ഓക്കെ, എന്താണ് നിങ്ങളുടെ കൂടി എന്താ അഭിപ്രായം? എന്തായാലും ഒരു കാര്യം ചെയ്യും, താഴത്ത് കമന്റിലൊന്ന് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വീട് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ഒന്ന് അറിയിക്കി, ഞാൻ മറുപടി തരാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും